PR അരവിന്ദ് ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. അരവിന്ദ്, കേരളത്തിലെത്തിയ നിരീക്ഷകർ MLA-മാരുടെ പിന്തുണ ആർക്കാണ് എന്ന് അറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ അണികളുടെ വികാരം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ചായിരിക്കും നീക്കങ്ങളൊക്കെയും അല്ലേ? ഇനി ഡൽഹിയിൽ നിന്നാണ് തീരുമാനം വരേണ്ടത്. എന്തായാലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിരീക്ഷകർ അവരുടെ നിലപാടും അതുപോലെ തന്നെ റിപ്പോർട്ടും സമർപ്പിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുമായി മല്ലികാർജ്ജുൻ ഖാർഗെ ഉടനെ തന്നെ സംസാരിക്കുമെന്നും മനസ്സിലാകുന്നു. നിലവിൽ ഹരിയാനയിലേക്ക് പോയിരിക്കുകയാണ് രാഹുൽ. ഇന്ന് രാത്രിയോടുകൂടി ഹരിയാനയിൽ നിന്ന് മടങ്ങിയെത്തിയാൽ ഉടൻ തന്നെ ആശയവിനിമയം നടത്തുകയും അതുകൊണ്ട് തന്നെയാണ് ഉടൻ തന്നെ കേരളത്തിലെ നേതാക്കളോട് ഡൽഹിയിലേക്ക് എത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. നാളെ ആയിരിക്കും സണ്ണി ജോസഫ് അതുപോലെ തന്നെ VD സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുമായി ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച നടത്തുക. നിലവിൽ KC വേണുഗോപാലും ഡൽഹിയിൽ തുടരുന്നുണ്ട്. 3 മാനദണ്ഡങ്ങൾ അത് കൃത്യമായി തന്നെ പരിഗണിച്ചു എന്നതാണ് നിരീക്ഷകർ വ്യക്തമാക്കിയിരിക്കുന്നത്. MLA-മാരുടെ പിന്തുണ, ഘടകകക്ഷികളുടെ നിലപാട്, ഇതുകൂടാതെ തന്നെ ജനവികാരം അടക്കമുള്ള ഘടകങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായി തന്നെ തങ്ങളുടെ റിപ്പോർട്ടിലുണ്ടെന്നും മുഗൾ വാസനിക്കും അജയ് മകനും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുക. മുൻപ് പല സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിലുള്ള തർക്കങ്ങൾ വന്നപ്പോൾ MLA-മാരുടെ പിന്തുണ കൂടുതലുണ്ടായ നേതാക്കളെയാണ് ഹൈക്കമാൻഡ് ഈ പദവിയിലേക്ക് പരിഗണിച്ചത്. പക്ഷേ KC വേണുഗോപാലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചില പ്രശ്നങ്ങൾ അതിൽ നിലനിൽക്കുന്നു. കാരണം KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി കൊണ്ടുവരികയാണെങ്കിൽ 2 ഉപതെരഞ്ഞെടുപ്പുകൾ വരേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇതുകൂടാതെ തന്നെ കോൺഗ്രസിന് പുതിയൊരു സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയെ കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇതിനെല്ലാം ഹൈക്കമാൻഡ് തയ്യാറാകുമോ എന്നതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുകൂടാതെ തന്നെ ഘടകകക്ഷികൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അതും ഹൈക്കമാൻഡിനെ കൂടുതൽ വെട്ടിലാക്കാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും KC വേണുഗോപാൽ നിലവിൽ ഡൽഹിയിൽ തന്നെ ഉണ്ട്. നാളെ തന്നെ നേതാക്കളുമായി ചർച്ചകൾ നടത്തി കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തി ഞായറാഴ്ചയോടുകൂടി ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിനാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ താമസം ഉണ്ടാകില്ല ഈ വിഷയത്തിലെന്ന് തന്നെ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. കാരണം ഈ നേതാക്കൾ തങ്ങൾ പറയുന്നത് പോലെ നിൽക്കും എന്ന ഒരു വിശ്വാസത്തിലാണ് നിലവിൽ ഹൈക്കമാൻഡ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന ശക്തി പ്രകടനങ്ങളടക്കം ഈ റിപ്പോർട്ടിൽ നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് ഹൈക്കമാൻഡിന് നേരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഘടകങ്ങൾ അടക്കം പരിഗണിച്ചുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് പോകുമെന്ന് മനസ്സിലാകുന്നു. എന്തായാലും KC വേണുഗോപാലിനെതിരെയും ചില നീക്കങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അല്പസമയം മുമ്പാണ് ഡൽഹിയിൽ KC വേണുഗോപാലിന്റെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിക്ക് മുന്നിൽ KC വേണുഗോപാലിനെതിരെ ഒരു ഫ്ലക്സ് പൊങ്ങിയത്. ലേശം ഉളുപ്പ് ബാക്കിയുണ്ടെങ്കിൽ KC ജനവിധി മാനിക്കണം എന്നതായിരുന്നു ഈ ഫ്ലക്സിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ചോറ് കഴിക്കുന്ന ഒരു മലയാളി എന്ന പേരിൽ ഒരു രാഷ്ട്രീയ സംഘടനയും പിന്തുണയില്ല, അല്ലെങ്കിൽ താൻ ഒരു VD സതീശൻ പക്ഷക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഫ്ലക്സ് സ്ഥാപിച്ചിരുന്നത്. KCക്ക് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയായി എത്താൻ യാതൊരുവിധ അവകാശവും ഇല്ല എന്നതായിരുന്നു ഈ ഫ്ലക്സ് സ്ഥാപിച്ചയാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഫ്ലക്സ് പോരും അതുപോലെ തന്നെ അണികൾ തമ്മിലുള്ള മത്സരവും തുടരുമ്പോൾ ഉടനെ തന്നെ ഒരു പ്രശ്നപരിഹാരം നടത്തി ചർച്ചകൾ നടത്തി ഒരു പ്രഖ്യാപനത്തിനാണ് ഹൈക്കമാൻഡും ഇപ്പോൾ നീക്കം നടത്തുന്നത്. PR അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. അമൽ, എന്തായാലും ഹൈക്കമാൻഡിന്റെ തീരുമാനം തനിക്ക് അനുകൂലമല്ലെങ്കിൽ നേതാക്കളുടെ അണികളുടെ വികാരം പാർട്ടിക്കെതിരാകുമെന്നൊരു പൊതു പ്രതീതി സൃഷ്ടിക്കാനാണ് VD സതീശൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനം. എന്തായാലും MLA-മാരുടെ പിന്തുണ ആർക്കാണ് എന്നുള്ള രേഖയൊക്കെ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇനി എന്താകും എന്നുള്ളതാണല്ലേ? തീർച്ചയായിട്ടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.